തിരിച്ചു പോകാൻ കഴിയാത്ത ടൗണിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്ന ടാബീത്തയിൽ നിന്നും ആരംഭിക്കുകയാണ് ഫ്രമിൻ്റെ 3ാം സീസൺ. ഇതെവിടെയാണ്? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ടാബീത്തയുടെ ചോദ്യങ്ങൾക്കുള്ള ഡോക്ടറുടെ മറുപടിയാണ്. ഇത് മെയിനിലെ ക്യാംഡനാണ് സ്ഥലം. 3 ദിവസം മുന്നേ കുറച്ച് കാൽനട സഞ്ചാരികൾ കാട്ടിൽ ബോധം കെട്ട് കിടക്കുന്നതായി കണ്ടതാണ് നിങ്ങളെ. ഈ മുറിവുകളൊക്കെ എങ്ങനെ ഉണ്ടായി? മൗനവതിയായ ടാബീത്തയോട് വീണ്ടും. ഭയപ്പെടേണ്ട, ഞങ്ങൾ നിന്നെ സഹായിക്കാൻ എത്തിയിട്ടുള്ളതാണ്. ഉടൻ പോലീസ് വരും, ഒരു ചെറിയ ഫോർമാലിറ്റി. ചോദ്യം ചെയ്തവരങ്ങ് പോയിക്കോളൂ. താൻ റെസ്റ്റ് എടുക്കുക, ഞാൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് പോയ ഉടനെ തന്നെ ടാബീത്ത തൻ്റെ ഡ്രിപ്പ് വലിച്ചൂരി വസ്ത്രങ്ങളെടുത്ത് ആരും അറിയാതെ എസ്കേപ്പ് ആവുകയാണ്. കാരണം പോലീസ് വന്നാൽ കസ്റ്റഡിയിലാകുമെന്ന് ഉറപ്പ്. 14ാം നിലയിൽ നിന്നും വരുന്ന ലിഫ്റ്റിൽ കയറി ഹോസ്പിറ്റലിന് പുറത്തിറങ്ങി ആകെ കൊഴിഞ്ഞു നിൽക്കുന്ന ടാബീത്ത കാണുന്നത് വീണ്ടും വെള്ള ഷർട്ടും വെള്ള ട്രൗസറും ധരിച്ച ആ കുട്ടിയെ. ഒരു ടവറിന്റെ മുകളിൽ നിന്നും തന്നെ തള്ളിയിട്ട് ടൗണിൽ നിന്ന് രക്ഷിച്ച ആ കുട്ടിയോട് സംശയങ്ങൾ നിരവധിയാണ്. എന്നാൽ ഓടി അടുക്കലേക്ക് എത്തുമ്പോൾ അത് മറ്റൊരു കുട്ടിയും. ടാബീത്തയുടെ മറ്റൊരു ഡെലൂഷൻ പോലെ. നേരെ നമ്മൾ ടൗണിലേക്ക് പോവുകയാണ്. ഷോട്ട് ഗണ്ണിൻ്റെ വെടിയേറ്റ ബോയ്ഡ് തൻ്റെ മുറിവ് വൃത്തിയാക്കി ബാൻഡേജ് വെച്ച് കെട്ടുകയാണ്. മരിച്ച വികാരേച്ചൻ്റെ ഡെലൂഷനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബോയ്ഡ് പെട്ടെന്നൊരു സംസാരം കേട്ട് പുറത്തു വരികയാണ്. അവിടെ ടാബീത്തയുടെ മകൻ ഈതൻ തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുകയാണ് വിക്ടറിനോട്, ശാഠ്യം പിടിച്ചുകൊണ്ട്. കാരണം വിക്ടറാണ് മുൻപ് ടാബീത്തയ്ക്ക് കാടിനുള്ളിലെ ലൈറ്റ് ഹൗസ് ടവറിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തത്. ഈതനെ തെരഞ്ഞു നടക്കുന്ന അച്ഛൻ ജിം ചെറുക്കനെ കണ്ട ആശ്വാസത്തോടെ നേരെ അവിടേക്ക് ഓടിയെത്തും. പിറകെ മകൾ ജൂലിയും. എന്നാൽ കാണാതായ അമ്മയെ പറഞ്ഞു വിട്ടത് താനാണെന്ന മക്കളുടെ ഗറു ജിമ്മിനും. ഇതേ തുടർന്ന് ടാബിയെ കണ്ടുപിടിക്കാൻ ഇറങ്ങുന്ന ജിമ്മിനെ ആദ്യമൊന്ന് ബോയ്ഡ് തടയാൻ ശ്രമിക്കും. മക്കൾക്ക് വേണ്ടി രണ്ടും കൽപ്പിച്ചു നിൽക്കുന്ന ജിമ്മിന്റെ ഉറച്ച തീരുമാനത്തെ തുടർന്ന് ഒടുവിൽ ബോയ്ഡ് കാടിന്റെ സൈഫർ സൈഡിനെ പറ്റി പറഞ്ഞു കൊടുക്കും. കാരണം ബോയ്ഡ് കാടിനുള്ളിൽ പോയി പെട്ട് തിരികെ വന്നിട്ടുള്ള ഒരാളാണ്, അതും ഒരു തവണയുമല്ല. ഇതിനിടയിലെത്തുന്ന കെന്നി താനും ജിമ്മിനൊപ്പം പോകാൻ തയ്യാറെന്നറിയിക്കുകയാണ്. മാറ്റി നിർത്തി വിശദീകരണം തേടുന്ന ബോയ്ഡിനോട് കെന്നി പറയുകയാണ്, ഇനിയും മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ആരും അനുഭവിക്കാതിരിക്കട്ടെ. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അച്ഛനെയും അമ്മയും ആ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നതിലും നല്ലത് താൻ ജിമ്മിന്റെ കൂടെ നിന്ന് സഹായിക്കുന്നതാണ്. പെട്ടെന്ന് ഗ്ലാസ് ചിലകൾ പൊട്ടിച്ചിതർന്ന ശബ്ദം തൊട്ടടുത്ത വീട്ടിൽ. ഇരുവരും ശ്രദ്ധയോടെ പോയി നോക്കുമ്പോഴാകട്ടെ അതാ കിടക്കുകയാണ് ജെയ്ഡ്. തൻ്റെ ഡെലീഷനിൽ വരുന്ന സിമ്പലിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ഭ്രാന്തമായി കിടക്കുന്നു. ഇതേസമയം ടൗണിലെ മറ്റൊരിടമായ കോളനിയിൽ പ്രഗ്നൻ്റായ ഫാത്തിമ ഷർദിലോട് ഷർദിൽ ഒന്നും കഴിക്കുന്നുമില്ല. ലീഡറായ ഡോണ ഓട്ടത്തോടോട്ടം. കാരണം ആഹാരത്തിന്റെ ക്ഷാമം. ഒരു ബസ് നിറയെ ആൾക്കാരെത്തുകയും ചെയ്തു. അതേസമയം കൃഷിയിടത്തിൽ വന്ന് നോക്കുമ്പോഴോ വിളവുകളാവട്ടെ മുൻപത്തേതിൽ നിന്നും പെട്ടെന്ന് കേടായിക്കൊണ്ടിരിക്കുന്നു. ബോയ്ഡ് അവിടേക്ക് എത്തുകയാണ്. ജിമ്മിനെയും കെന്നിയും ശ്രദ്ധയോടെ പറഞ്ഞുവിട്ട ശേഷം കെന്നി തൻ്റെ അമ്മ പൊതിഞ്ഞു കെട്ടി തന്ന കുറേയധികം ഭക്ഷണവുമായി ക്രിസ്റ്റിയോട് യാത്ര പറഞ്ഞും ജിം കുട്ടികൾക്ക് വാക്ക് കൊടുത്തും പോവുകയാണ് അടുത്ത തെരച്ചിലിനായി. അങ്ങനെ മകൻ എൽവിസ് വിളിച്ചു കൊണ്ടുപോയി കാണിക്കുകയാണ് ബോയ്ഡിനെ ചീഞ്ഞു തുടങ്ങിയ പച്ചക്കറികളെ. ഞങ്ങൾ ക്യാരറ്റ് പിഴുതു നോക്കി, അളിഞ്ഞിരുന്നു. സോ മറ്റു കിഴങ്ങുകൾ കൂടി ഒന്ന് പിഴുതു നോക്കി, അതേ അവസ്ഥ. ബോയ്ഡ്, നമ്മുടെ ആഹാരമെല്ലാം തീർന്നിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞ ഡോണയോട് ബോയ്ഡ്, ഇവിടെ ആരൊക്കെയുണ്ട്? ഇത് വേറെ എത്ര പേർക്കറിയാം? ഇതിന്റെ മറുപടി ആകട്ടെ ഡൈനറിന് മുൻപിൽ ആൾക്കാരെല്ലാം കൂട്ടത്തോടെ തടിച്ചുകൂടി നിൽക്കുന്നു. അതായത് ഭക്ഷണം തീർന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു എന്ന്. എല്ലാവർക്കും പാചകം ചെയ്ത് നൽകുന്ന കെന്നിയുടെ അമ്മയെ തള്ളി മാറ്റി അവർ ശേഷിക്കുന്ന ആഹാര സാധനങ്ങൾ എടുത്തുകൊണ്ടു പോകുമ്പോൾ കൃമിയായ മുട്ടയാകട്ടെ ഫാമിൽ വന്ന ഒരാടിനെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് അവിടെയുള്ള വിക്ടറും ഈതനും വന്നെതിർക്കുമ്പോൾ കൂട്ടാക്കാതെ മുട്ട നടന്നു നീങ്ങുകയാണ്. തന്റെ കയ്യിലെ തോക്കെടുത്ത് ചൂണ്ടുന്ന വിക്ടറെ അവിടെ എത്തുന്ന ബോയ്ഡ് സമാധാനപ്പെടുത്തി അത് കൈക്കലാക്കുന്നതോടൊപ്പം തന്നെ ഈ മൃഗങ്ങൾ ആഹാരമല്ല, അത് തരുന്ന ഒരു സോഴ്സ് ആണെന്നും ഈ അടിയന്തരാവസ്ഥ അതിജീവിക്കാനുള്ള മാർഗം കണ്ടെത്തണമെന്നും അവിടെ കൂടി നിൽക്കുന്ന അന്തേവാസികൾക്കൊപ്പം മുട്ടയും പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് വിരട്ടി ആടിനെ തിരിച്ച് ഫാമിലേക്ക് കയറ്റുന്നു. വിക്ടറിന്റെ ലഞ്ച് ബോക്സും എന്തി ടാബീത്ത ഇതേ സമയം സിറ്റിയിലൂടെ അലയുകയാണ്, എന്തു ചെയ്യണമെന്നൊരെത്തും പിടിയും കിട്ടാതെ. വഴിയിൽ മൊബൈൽ ഫോണുമായി നിൽക്കുന്ന ഒരു യുവതിയോട് ഒരു കോൾ ചെയ്യാൻ അഭ്യർത്ഥിച്ച് ടാബി തന്റെ അമ്മയെ വിളിക്കും. മോളെ, നീ എവിടാ? എത്ര നാളായി? പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുക. എന്തു പറ്റി? പോലീസിന്റെ നമ്പർ തരട്ടെ. അമ്മയുടെ ഈ ഉൾക്കണ്ഠ നിറഞ്ഞ ചോദ്യങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ജീവനോടെ ഉണ്ടെന്നും തിരിച്ചു വരാൻ ജിമ്മുമായി പരിശ്രമിക്കുകയാണ് ഡർണാമത്ത് എന്നും പറഞ്ഞ് ടാബി നേരെ പോകുന്നത് തൊട്ടടുത്ത് കണ്ട പള്ളിയിലേക്ക് കുമ്പസരിക്കാൻ. കാരണം ടാബി വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. തനിക്കുണ്ടായിരിക്കുന്ന അവിശ്വസനീയമായ സംഭവങ്ങൾ ആരെ പറഞ്ഞ് മനസ്സിലാക്കും, എങ്ങനെ എന്ന കൺഫ്യൂഷൻ. അങ്ങനെ കൺഫ്യൂഷന്റെ പാതി വഴിക്ക് ഇറങ്ങി പോകാൻ ഒരുങ്ങുന്ന ടാബിയെ വിളിച്ചു നിർത്തി വികാരിയച്ഛൻ ചോദിക്കുകയാണ്, അവിശ്വസനീയമാണെങ്കിൽ പോലും തനിക്കുള്ളിലെ ആ കാര്യങ്ങൾ. ഫാദർ ആ ലഞ്ച് ബോക്സിനെ പറ്റി ചോദിക്കുന്നതിൽ നിന്നും ടാബിക്ക് പുതിയൊരു വഴി തെളിയുകയാണ്. എങ്ങനെയെന്നാൽ ആ ബോക്സ് തുറന്നു കാട്ടുമ്പോഴാകട്ടെ അതിൽ വിക്ടറിന്റെ വീട്ട് അഡ്രസ് എഴുതിയിട്ടുള്ളതായി കാണുന്നു. കെന്നിയും ജിമ്മും കാട്ടിനുള്ളിൽ അലയുകയാണ്. ബോയ്ഡ് പറഞ്ഞ വഴിയല്ലെന്ന് തെളിയിക്കുന്ന അറിവില്ലാത്ത കുറെ കോലങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പാതകൾ. ഇരുവരും ആ പാതയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ കാണുന്ന കുറെ കുടിലുകൾ. നേരം സന്ധ്യയാകുന്നു. നമുക്ക് വേഗം ബോയ്ഡ് പറഞ്ഞ ടാലിസ്മാൻ കല്ലുകളുള്ള കുടിലിലേക്ക് മടങ്ങാം. കെന്നിയുടെ ഓർമ്മപ്പെടുത്തൽ. ജിം ആ കുടിലിന്റെ സ്ഥിതിയൊന്ന് നോക്കി. നല്ല ബലമുണ്ട്. നമുക്ക് അത്രയും ദൂരം തിരിച്ചു പോകുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള തകിട് വെച്ച് ഇവിടെ കിടക്കാം. രാവിലെ ഇവിടുന്ന് തന്നെ യാത്ര തുടരുകയും ചെയ്യാം.
ആദ്യമൊന്ന് ആലോചിച്ചെങ്കിലും കെന്നി എന്നാൽ ഇങ്ങനെയാകട്ടെ എന്ന രീതിയിൽ പ്രകടനം നടത്തിയതോടെ അവിടെ ഒരു തീരുമാനമായിരിക്കുകയാണ്. ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഡോണയും ബോയിഡും കെന്നിയുടെ അമ്മ ടിയാനും തമ്മിൽ ചർച്ച നടക്കുകയാണ്. നമുക്ക് പുതിയ വിളകൾ വെച്ച് പിടിപ്പിക്കാൻ എത്ര നാളെടുക്കും? ബോയിഡിൻ്റെ സംശയം. അത് നടക്കാൻ പോണില്ല. ഈ നശിച്ച സ്ഥലത്തെ മണ്ണെല്ലാം വിഷാംശമുള്ളതായി കഴിഞ്ഞു. പുതിയ വഴി കണ്ടുപിടിക്കണം. മാസങ്ങൾ വേണം. ഡോണയുടെ മറുപടി. തൽക്കാലത്തേക്ക് മൃഗങ്ങളെ എടുത്താൽ എത്ര നാൾ നമുക്കങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? ദിവസം ഒന്നിനെ വെച്ചെടുത്താൽ ഏറിയാൽ 1 മാസം. പുറത്ത് ഇതെല്ലാം കേട്ടു നിൽക്കുകയാണ് ഇതേ സമയം ഈതൻ. ബോയിഡ് ഈതനെ സമാധാനിപ്പിക്കുന്നു. ടാബീത്ത ഒടുവിൽ കണ്ടുപിടിച്ചിരിക്കുകയാണ് വിക്ടറിൻ്റെ വീട്. മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കാർ നിർത്തി അതിൽ നിന്നൊരു വൃദ്ധൻ ഇറങ്ങി വരികയാണ്. ഇന്നെനിക്കൊന്നും തരാൻ കഴിയില്ല, പോകൂ ഭിക്ഷക്കാരി എന്ന കരുതലിൽ ടാബിയോട് ഇങ്ങനെ പറയുന്ന അയാൾ പെട്ടെന്ന് ആ ലഞ്ച് ബോക്സ് കണ്ട് വിഭ്രമത്തോടെ ചോദിക്കുകയാണ്, ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? ഓ ഗോഡ്, നിങ്ങൾ അവൻ്റെ അച്ഛനാണ്, വിക്ടറുടെ അച്ഛനാണ്. നേരം രാത്രിയായിരിക്കുന്നു. കുടിലിൽ അലേർട്ടായിരിക്കുന്ന ജിമ്മും കെന്നിയും പെട്ടെന്ന് പുറത്ത് കാലൊച്ച കേൾക്കുകയാണ്. അതാരായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. അധികം വൈകാതെ തന്നെ ആ കാലൊച്ച അകന്നുപോയി. ആശ്വാസമായി. എന്നാൽ ആ ആശ്വാസത്തിന് മുകളിൽ ഇത് അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങുകയായി. കൊല്ലാൻ നടന്നിരുന്ന മോൺസ്റ്ററുകൾ പുതിയ ചെയ്തികളിലേക്ക് നീങ്ങുന്നു. അവർ ഫാമിൽ ചെന്ന് ആടുകളെയും പശുക്കളെയും തുറന്നുവിടുകയാണ്. ജെയ്ഡിനൊപ്പം സ്മോൾ അടിച്ചിരുന്ന ബോയിഡ് റോഡിൽ പശുക്കളെ കണ്ട് നേരെ പുറത്തേക്ക് ഓടുന്നതോടൊപ്പം മനസ്സില്ലാ മനസ്സോടെ ജെയ്ഡും ഇറങ്ങുന്നു. കാരണം ആകെയുള്ള ഫുഡ് റിസോഴ്സ് നിലവിൽ മൃഗങ്ങൾ മാത്രമാണ്. അതിനെ വിട്ടാൽ എല്ലാം കാടുകയറും. ഇവരുടെ പരിശ്രമം വിക്ടറും കാണാനിടയാവുന്നു. വിക്ടർ ഉള്ളത് ഈതനും ജൂലിക്കും ടിയാനും ഒപ്പമാണ്. വിക്ടറും ടിയാനും മൃഗങ്ങളെ തിരികെ ഫാമിലെത്തിക്കാൻ ഓടിയിറങ്ങുന്ന സമയം മോൺസ്റ്റേഴ്സ് ആ വീട് വളയുകയാണ്. ഇതൊരാൾ കാണുന്നു. ബസ്സിലെ താമസക്കാരനായ മൊട്ട. അയാൾ ബസ്സിന്റെ ഹോൺ അടിച്ച് പുറത്തുള്ള മനുഷ്യരെ ഇക്കാര്യം അറിയിക്കാൻ തുനിയുമെങ്കിലും ആരും അത് കൂട്ടാക്കുന്നില്ല. ഒരാട് ഇതേ സമയം പോകുന്നത് കാണുന്ന ഈതൻ അതിനെ പിടിക്കാൻ പെട്ടെന്ന് കതവ് തുറക്കുമ്പോൾ അതാ നിൽക്കുന്നു ഒരു മോൺസ്റ്റർ. നമ്മൾ ഫ്രമിൽ ഏറ്റവും ആദ്യമായി കണ്ട മോൺസ്റ്റർ അമ്മച്ചി. പിറകിലെ വാതിൽ വഴി ഓടി പുറത്തു വരുന്ന ഈതനെയും ജൂലിയെയും സാറ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവരെ കൂട്ടി നേരെ മൊട്ടയുടെ ബസ്സിലേക്ക് കയറി സേഫ് ആകുമ്പോൾ മറുവശത്ത് പശുവുമായി നിൽക്കുന്ന ജെയ്ഡിന്റെ അടുക്കലേക്ക് മോൺസ്റ്ററുകൾ നടന്നടുക്കുകയാണ്. ഒരു മോൺസ്റ്റർ ആ പശുവിനെ അതിന്റെ കൈവച്ച് ഒറ്റ ആളിന് കഴുത്തിറക്കുന്ന സമയം വിക്ടർ ആടുകളെയും കൂട്ടി ജെയ്ഡനെ പിടിച്ച് ബോയിഡിന്റെ നിർദ്ദേശപ്രകാരം തൊട്ടടുത്ത വീട്ടിലേക്ക് കയറിപ്പറ്റും. ടിയാനാകട്ടെ ബോയിഡിനെ ഈ രാക്ഷസന്മാരുടെ ഇടയിൽ ഒറ്റയ്ക്കാക്കാതെ ആ നിർദ്ദേശത്തെ അവഗണിച്ച് ബോയിഡിനോടൊപ്പം മൃഗങ്ങളെ ഒരു തരത്തിൽ ഫാമിൽ കൊണ്ടുപോയി വാതിലടച്ച് ടാലിസ്മാനം തൂക്കിയിടും. എന്നാൽ അവരറിയുന്നില്ല ഫാമിന്റെ പിൻവശം ഒരടവുമില്ലാതെ കിടക്കുകയാണെന്നുള്ളത്. 6 മോൺസ്റ്ററുകൾ അവിടെ എത്തുകയാണ്. മൂവർ സംഘം ബോയിഡിനെ പിടിച്ചു കെട്ടി തടവിലാക്കുമ്പോൾ മറ്റുള്ളവർ ടിയാനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവരെ വെറുതെ വിട്, എന്നെ എന്ത് വേണേലും ചെയ്യും. ബോയിഡ് അങ്ങനെ പറയുമ്പോൾ അതിലൊരുവൻ, നിന്നെ തീർക്കുന്നതിലെന്താ രസം? നീ കണ്ടു നിൽക്കണം. ഈ സ്ഥലം നിന്നെ ഒരിക്കലും തളർത്തുകയില്ലെന്നല്ലേ നീ പറഞ്ഞത് ബോയിഡ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഫ്രം എന്ന സീരീസിലെ വളരെ ദയാലുവായ സ്നേഹമുള്ള പാവമായ അമ്മയായ ടിയാനെ അവർ ക്രൂശിക്കുകയാണ്. തലമുടി വലിച്ചു പിഴുത്, കാലുകൾ അള്ളി ചീന്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നിസ്സഹായനായ ബോയിഡ്.